വാ ഇതാ ബൈക്കിൻ്റെ ചാവിൻ്റെ അടിക്ക കൊണ്ട കുതിര ചാവിൻ്റെ തരുന്നുണ്ടോ ഞങ്ങളോട് എന്തെങ്കിലും കാര്യം പറയലുണ്ടോ? എപ്പോഴെങ്കിലും പറയലുള്ളൂ. ഞങ്ങളോട് പറഞ്ഞില്ല എത്രങ്ങാനും ദിവസമായി ഞങ്ങളോട് കടൽ കാണാൻ പോകുക. അതിന് കടൽ കാണണമെങ്കിൽ കോഴിക്കോട് പോണ്ടേ? അല്ലാതെ ഇവിടെ പോകേണ്ട തന്ത ഇവിടെ തന്നെയാണ്. ഈ മമ്പാടാണേ. ഇവിടെ എവിടെ കടല്? ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇത്രയും കാലമായിട്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ മമ്പാടുണ്ട്, കടലും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെ നിങ്ങളോട് ഞാൻ ദുബായിക്ക് പോകണമെന്നല്ലേ പറയണത്, കടല് കാണണമെന്നല്ലേ പറയണത്. ഇവിടെ മമ്പാടുണ്ട്. ആ എന്നാ ആയിക്കോട്ടെ, എന്നാ ഒന്ന് പോയി നോക്കാം. നമുക്ക് രണ്ടാമത് കടല് കാണാം. ഇവിടെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഓക്കെ ആ ആയിക്കോട്ടെ. ഓക്കെ 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 ഓക്കെ. ഹായ് ഹലോ കൂട്ടുകാരെ, ഇപ്പം നമ്മൾ എവിടെയാണ് ഉള്ളതെന്നറിയോ? മമ്പാടാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു അടിപൊളി പാർക്കുള്ളത്. ഈ പാർക്കിൻ്റെ പേരെന്താണെന്നറിയണം? മമ്പാട് ടാണ ടേക്ക് ഫൺ വില്ലേജ്. ടേക്ക് ഫൺ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർക്ക് അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു കുറഞ്ഞ പൈസയിൽ കുറേ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റണ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളുള്ള ഒരു പാർക്കാണ് കേട്ടത്. അപ്പോൾ ഇവിടെ വന്നാൽ തിരിച്ചു പോകാൻ തോന്നൂല കേട്ടോ. കുട്ടികൾക്കൊന്നും ഇഷ്ടം പോലെ. ഇപ്പം ഇതൊക്കെ നമ്മൾ നേരത്തെ ആളുകൾ വരുന്നതിൻ്റെ മുന്നേ വന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. ഇനി ഒരുപാട് ആൾക്കാർ തിങ്ങി നിറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് കോഫി കുടിക്കാനുള്ള ഓരോരോ ഭാഗങ്ങളായിട്ടുണ്ട്. ഐസ്ക്രീമും അതുപോലെ ഉപ്പിലിട്ടത്, പിന്നെ കുട്ടികൾക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പേരെടുത്ത് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. കുട്ടികൾക്ക് ഡ്രൈവിങ് പഠിക്കാൻ പറ്റുന്നതും അതുപോലെ സ്ലൈഡർ കാര്യങ്ങൾ, ബോൾ വെച്ചിട്ടുള്ള കളികൾ എന്തൊക്കെയാണ് ഇവിടെ വന്ന് കണ്ടാൽ തന്നെ അറിയുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് അവിടെ പോയി. ഞാൻ കുഞ്ഞാണിയാക്കാരോട് പറഞ്ഞിട്ടായിരുന്നു പോയത്. ഏതായാലും അടിപൊളിയായിരുന്നു. കുഞ്ഞു മക്കളൊക്കെ കൊണ്ട് പോവുകയാണെങ്കിൽ സൂപ്പർ ആവും കേട്ടോ. മക്കൾക്ക് ഇതാ കൊച്ചു കൊച്ചു ബോട്ടുകളും കാര്യങ്ങളും വാട്ടറിൽ കളിക്കേണ്ട ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ, കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് കളിക്കാനുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ്. ഞാൻ പറഞ്ഞല്ലോ കുറഞ്ഞ ചിലവിൽ കൂടുതൽ എൻജോയ്മെൻറ്റ്. ഇത് കണ്ടോ, ഇതിൽ മുതിർന്നവർക്കൊക്കെ പറ്റണ ഒരു കളി തന്നെയാണ് കേട്ടോ. ഇത് വെള്ളത്തിലൂടെ ഈ തുള്ളിക്കളി. ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നിൻ്റെയും പേരെടുത്ത് പറയണില്ല. ഇതിലൊക്കെ എൻജോയ് ചെയ്യാൻ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ പോകാം കേട്ടോ. ടിക്കറ്റിനൊന്നും വലിയ വിലയില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് കുറഞ്ഞ ചിലവിൽ കൂടുതൽ എൻജോയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, ഇവിടേക്ക് വന്ന വണ്ടികളാണ് കേട്ടോ. എത്രങ്ങാനും കാറുകളും ബൈക്കുകളാണെന്നറിയോ. പിന്നെ വണ്ടി പാർക്കിംഗ് സൗകര്യമാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന് കണ്ടാൽ തന്നെ അത് മനസ്സിലാവുള്ളൂ. ഓരോ കാറ് വരിക, പാർക്ക് ചെയ്യുക, പിന്നെയും കാറുകൾ, വണ്ടികൾ, ബൈക്കുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു 5 മണി 6 മണിയൊക്കെ ആകാനാകുമ്പോഴത്തേന് ഇവിടെ കാല് കുത്താൻ പറ്റൂല ജനങ്ങളെ കൊണ്ട്. അത്രയും ജനങ്ങളാണ്. ഇങ്ങോട്ട് വന്നിട്ടുള്ള വാഹനങ്ങളാണ് കേട്ടോ മക്കളെ ഈ നിർത്തിയിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ രാത്രിയാണെങ്കിൽ ഇവിടെ ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്കിനി കടൽ കാണാൻ വേണ്ടിയിട്ട് കോഴിക്കോടൊന്നും പോകണ്ട കേട്ടോ. കോഴിക്കോട് ബീച്ചിലൊന്നും പോകണ്ട. ഇവിടെ വന്നാൽ മതി കേട്ടോ. ശരിക്കും കടലിൽ വരുന്ന ഓളങ്ങളും തിരമാലകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു അടിപൊളി കടൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നതിൽ എങ്ങോട്ടാണെന്നറിയോ? മമ്പാട് ടാണ ടേക്ക് ഫൺ വില്ലേജ്. അപ്പോൾ മമ്പാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇവിടെ വരാം. നിലമ്പൂരിൻ്റെ അടുത്താണ് ഈ സംഭവം. നിലമ്പൂരിൻ്റെ അടുത്താണ് ഈ മമ്പാട് പറഞ്ഞ സ്ഥലം. അവിടെ വന്ന് എവിടെയാണ് നമ്മളെ ഈ ടാണ നമ്മുടെ ടേക്ക് ഫൺ വില്ലേജ് എവിടെയാണെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും കേട്ടോ. അതായത് മമ്പാട്ടിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പാർക്കിലേക്ക്. അപ്പോൾ എല്ലാവരും കുഞ്ഞു മക്കളെയും കൊണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നോളൂ. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ അവിടെ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ചൊക്കെ വീഡിയോ പിടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതിലൊക്കെ നല്ല രസമാണ് മുതിർന്നവർക്കും കുട്ടികൾക്കും. ഇതിലൊക്കെ കയറാൻ ഞമ്മക്ക് വലിയ പേടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിതിലൊന്നും കയറിയിട്ടില്ല. കുഞ്ഞാണിയൊക്കെ ഇതിലൊക്കെ കയറിട്ടോ. ഇത് കണ്ടോ, ഇതൊരു വല്ലാത്തൊരു സംഭവമാണ് മക്കളെ. ഇതിൽ കയറിയവരോട് ഞാൻ ചോദിച്ചു, പിന്നെ ഇത് എങ്ങനെയുണ്ട്, നല്ല എൻജോയ്മെൻ്റ് ചെയ്യുന്നു, കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇതിൽ നല്ല ആർപ്പും കൂക്കും വിളിയും പിന്നെ മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ കോപ്പിറൈറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മ്യൂസിക്കൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതൊരു
അടിപൊളി സംഭവമാണ് കേട്ടോ, അടാറ് സംഭവമാണ്. അപ്പോൾ വീഡിയോ ഇത് ക്ലിയർ അല്ല. പിന്നെ അതൊരു ആകാശക്കാഴ്ച കേട്ടോ. ഇതെന്താ, ഇതൊരു വല്ലാത്തൊരു അടിപൊളി എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. കുറച്ച് സമയം ആകാശക്കാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ. ഇത് സൂപ്പറായിരുന്നു. അപ്പോൾ ഞാൻ ഇത് വീഡിയോ എടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പെട്ടെന്ന് പോരുകയാണ് ചെയ്തത് കേട്ടോ. പിന്നീട് നമ്മുടെ കുഞ്ഞു മക്കൾക്കുള്ളത് ഒരുപാടുണ്ട്. പിന്നീട് നമ്മുടെ 3D വെച്ചിട്ടുള്ള പരിപാടി കേട്ടോ. അല്ലാ, ഇതാണ് ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ കസേരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഈ 3D കണ്ണടയും വെച്ചിട്ട് കാണേണ്ട ഒരു സംഭവം. ഇതിൽ വരുന്ന ഓരോ ഭൂകമ്പം, ഭൂമി ഉരുൾ പൊട്ടുക, ട്രെയിന് നമ്മുടെ നേരെ വരിക, എന്തൊക്കെയാണെന്ന് അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുകയും പഞ്ഞികളും വെള്ളങ്ങളും ഒക്കെ നമ്മുടെ മുഖത്തേക്കും ശരീരത്തിലേക്കും ചീറ്റുന്നത് പോലെ നമുക്ക് ഭയങ്കര ഭയാനകമായിട്ടുള്ള പേടി ഞെട്ടി വിറച്ച് പോകട്ടോ നമ്മൾ. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ അടിച്ച് പൊളിക്കാൻ ഇതാ എങ്ങോട്ടാ വരേണ്ടതെന്നറിയോ? മമ്പാട് ടാണ ടേക്ക് ഫൺ വില്ലേജ്. ഇങ്ങോട്ട് പോന്നോളൂ. കുറഞ്ഞ കാശിന് കൂടുതൽ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റണം നല്ലൊരു അടിപൊളി പാർക്കാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഇത്രയും നല്ലൊരു പാർക്ക് വേറെ ഉണ്ടാവും തോന്നുന്നില്ല. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമും കഴിച്ചു. അപ്പോൾ ദാ ഇവിടേക്ക് ഇഷ്ടംപോലെ ആളുകളൊക്കെ വന്നിരുന്നു. വൈകുന്നേരം ആവാനായിട്ടുണ്ട് കേട്ടോ. ജനങ്ങൾ ആകെ തിങ്ങി നിറഞ്ഞ് വരികയാണ്, വാഹനങ്ങളും. അപ്പോൾ അത്രയും എൻജോയ്മെൻ്റ് ഉള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇനിയും ഇതിൽ എനിക്ക് ഒരുപാട് വീഡിയോസ് കാണിക്കാനുണ്ട്. കാണിക്കാത്ത ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ 3D വെച്ചിട്ട് കാണുന്ന ആ ഒരു സീറ്റ് കസേര. ഇതിലിരുന്നിട്ടാണ് നമ്മൾ. അപ്പോൾ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല, ഇത് നമ്മൾ ബെൽറ്റൊക്കെ കിട്ടിയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ വീഡിയോസ് കുറച്ചൊക്കെ എടുത്തു. ഇനിയും കുറേ വീഡിയോ ലെങ്ത് ആയാലോ എന്ന് വിചാരിച്ചിട്ട് മുഴുവൻ ആക്ടിവിറ്റീസൊന്നും ഞാൻ അതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. ഒരുപാട് നേരം നമുക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു പാർക്കിന് ഇട്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരെ. അപ്പോൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുക്കും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള നമ്മുടെ ഈ മമ്പാടുള്ള ഈ പാർക്കിലേക്ക് എല്ലാവരും വരട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു.